ഇന്ന് കറികളൊന്നും കൂട്ടാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ മസാലപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു കടായി ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1 കപ്പ് ചിരവിയ തേങ്ങ, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നേരത്തെ നനച്ചു വെച്ച പുട്ടുപൊടി നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മസാലക്കൂട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതാ പുട്ടിൻ്റെ കുറ്റി ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.